ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആൻഡ് PSC മസ്റ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ക്വസ്റ്റ്യൻ ബാങ്കാണ്. നമ്മുടെ CSEB ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി തുടങ്ങിയ എക്സാംസിന് വേണ്ടിയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബാങ്കിൻ്റെ പാർട്ട് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറേയധികം ക്വസ്റ്റ്യൻസ് ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് ഡാഷ്. ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, അതിന് പറയുന്ന പേരാണ് FDB. FDB എന്നറിയപ്പെടുന്നത് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്. FDB എന്നറിയപ്പെടുന്നത്, FDB എന്ന പേരിൽ അറിയപ്പെടുന്ന കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ഡാനിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻറ്റ്, ഹൂ സെഡ് ദിസ്. അതായത് കോപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആര്? അത് ഹോറസ് പ്ലങ്കറ്റ് ആണ്. ഹോറസ് പ്ലങ്കറ്റിൻ്റെ വിഖ്യാതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോക്സ് സ്കൂൾ ഇൻ ഡെൻമാർക്ക് വാസ് ഫൗണ്ടഡ് ബൈ ഡാഷ്. ഫോക്സ് സ്കൂള് ഇൻ ഡെൻമാർക്ക്, ഫോക്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഡെൻമാർക്കിലാണ്. ഇത് സ്ഥാപിച്ചത് ഗ്രൺവിങ് ആണ്. ഗ്രൺവിങ് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഫോക്സ് സ്കൂള് എന്നറിയപ്പെടുന്നത്. അത് ഡെൻമാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കോളനീസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റോബർട്ട് ഓവൻ ഇൻ USA ഈസ് ഡാഷ്. അതായത് റോബർട്ട് ഓവൻ USA സ്ഥാപിച്ച കോളനീസിന് പറയുന്ന പേരായിരുന്നു ന്യൂ ഹാർമണി എന്നുള്ളത്. ന്യൂ ഹാർമണി എന്നുള്ളത് റോബർട്ട് ഓവൻ USA സ്ഥാപിച്ച കോളനീസിന് പറയുന്ന പേരാണ് ന്യൂ ഹാർമണി. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ന്യൂ ഹാർമണി റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അനദർ നെയിം ഓഫ് ടോഡ് ലൈൻ സ്റ്റോർ ഈസ് ഡാഷ്. ടോഡ് ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഈ ടോഡ് ലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമാണ്. അത് റോച്ച്ഡെയിൽ സൊസൈറ്റി, റോക്ക്ഡെയിൽ അല്ലെങ്കിൽ റോച്ച്ഡെയിൽ സൊസൈറ്റിയുടെ മറ്റൊരു പേരാണ് ടോഡ് ലൈൻ സ്റ്റോർ എന്നുള്ളത്. ഈ ഒരു റോച്ച്ഡെയിൽ സൊസൈറ്റിയാണ് ആദ്യമായി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൾട്ടി പർപ്പസ് സൊസൈറ്റി ഈസ് ഫേമസ് ഇൻ വിച്ച് കൺട്രി. ഏത് രാജ്യത്താണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റവും പോപ്പുലർ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത്? അത് ജപ്പാനിലാണ്. ജപ്പാനിലാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫേമസ് ആയിരിക്കുന്നത്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് റെയ്ഫേസൺ സൊസൈറ്റീസ് വാസ് ഡാഷ്. റെയ്ഫേസൺ മോഡൽ സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് വിതിൻ എ വില്ലേജിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് റെയ്ഫേസൺ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത്. റെയ്ഫേസൺ സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എ വില്ലേജ്, വിതിൻ എ വില്ലേജിലാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഡാഷ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് ഇക്വലൻസ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് ഇക്വലൻസ് കൺസെപ്റ്റ് എന്നറിയപ്പെടുന്ന കൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് അക്കൗണ്ടിങ് ഇക്വലൻസ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വലൻസ് കൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ആണെന്നുള്ളതും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത് അസറ്റ് മൈനസ് ക്യാപിറ്റലാണ്. നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഓക്കെ, പ്രധാനപ്പെട്ടതാണ്. ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കുക. അതിൽ നിന്ന് ബാക്കി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡെബിറ്റ് ഇൻ ക്യാപിറ്റൽ മീൻസ് ഡാഷ്. Debit in capital means decrease.
ഡിക്രീസ്. ക്യാപിറ്റലിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഡിക്രീസ് ചെയ്യും, കുറയും എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് അക്കൗണ്ടൻസി? അക്കൗണ്ടൻസിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൂക്ക പസിയോളി. ലൂക്ക പസിയോളിയാണ് അക്കൗണ്ടൻസിയുടെ ഫാദർ, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൂക്ക പസിയോളി. പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഗ്യാപ്പ്? വാട്ട് ഈസ് ഗ്യാപ്പ് അല്ലെങ്കിൽ GAAP? വാട്ട് ഈസ് ഗ്യാപ്പ്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഷോർട്ട് ഫോമാണ് ഗ്യാപ്പ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഷോർട്ട് ഫോമാണ് ഗ്യാപ്പ്. ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കോമൺലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പീരീഡ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ദ കോമൺലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പീരീഡ് ഇൻ ഇന്ത്യ ഈസ് 1 year. ഒരു വർഷമാണ് ഇന്ത്യയിലെ അക്കൗണ്ടിങ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഒരു വർഷമാണ്. അത് April 1 തൊട്ട് May 31 വരെ. April 1 to May 31. March 31. March 31. April 1 തൊട്ട് March 31 വരെയുള്ള ഒരു വർഷമാണ് ഇന്ത്യയിൽ അക്കൗണ്ടിങ് പീരീഡ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ 1 year ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലും പല രീതിയിലാണ് അവർ അക്കൗണ്ടിങ് പീരീഡ് എടുക്കുന്നത് എന്നുള്ള കാര്യവും പഠിച്ചു വയ്ക്കുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡാഷ് കൺവെൻഷൻ. ഏത് കൺവെൻഷൻ പ്രകാരമാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം പ്രകാരമാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അപ്പോൾ ഈ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം പ്രകാരമാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കുക, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ ജേണൽ എൻട്രി കണ്ടെയ്ൻസ് എയ്തർ മോർ ദാൻ 1 ഡെബിറ്റ് ഓർ മോർ ദാൻ 1 ക്രെഡിറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു ജേണൽ എൻട്രിയിൽ മോർ ദാൻ 1 ഡെബിറ്റ് അല്ലെങ്കിൽ മോർ ദാൻ 1 ക്രെഡിറ്റ് വന്നാൽ അത്തരത്തിലുള്ള ജേണൽ എൻട്രീസിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രീസ്. കോമ്പൗണ്ട് ജേണൽ എൻട്രീസ് ആണ്. എ ജേണൽ എൻട്രി കണ്ടെയ്ൻസ് എയ്തർ മോർ ദാൻ 1 ഡെബിറ്റ് ഓർ മോർ ദാൻ 1 ക്രെഡിറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ജേണൽ എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ. പർച്ചേസ് ഡേ ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. പർച്ചേസ് ഡേ ബുക്ക് എന്ത് തരം പർച്ചേസ് റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? അത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് ആണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് പർച്ചേസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ സെയിൽസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് ആൻ ഡാഷ്. പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഒരു അസറ്റാണ്. പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഒരു അസറ്റാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. ദ ബാലൻസ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് ആൻ അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വേർഡ് ഇംപ്രസ്ഡ് മീൻസ് ഡാഷ്. നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ വേർഡ് ഇംപ്രസ്ഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥമാണ് പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ്. ഇംപ്രസ്ഡ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പേയ്മെൻറ്റ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ് ഇംപ്രസ്ഡ് എന്ന വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് മീൻസ് ഡാഷ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് മീൻസ് ഓവർ ഡ്രാഫ്റ്റ്. അതായത് ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് അറിയപ്പെടുന്ന ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസിൻ്റെ അർത്ഥം ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളതാണെന്നും പഠിച്ചു വയ്ക്കുക. ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ്. എല്ലാ അക്കൗണ്ട്സിൻ്റെ ഒരു കളക്ഷനാണ് ലെഡ്ജർ. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ദ ഡാഷ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്.
ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ബെനഫിറ്റ് ഓഫ് ഡാഷ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് 12 months ഈസ് ഡാഷ്. അതായത് വിതിൻ 1 year അല്ലെങ്കിൽ വിതിൻ 12 months അതിനുള്ളിൽ ആ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് റിസീവ് ചെയ്യും, അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റിൻ്റെ കാലാവധി ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടൈം എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യാൻ പറ്റുന്ന തരം ബെനിഫിറ്റ് ഉള്ള എക്സ്പെൻഡിച്ചറിന് പറയുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ വിതിൻ 1 year അല്ലെങ്കിൽ വിതിൻ 12 monthsനകം നമുക്കതിൻ്റെ ബെനിഫിറ്റ് പൂർണ്ണമായും ആ എക്സ്പെൻഡിച്ചർ മുഖേനുള്ള ബെനിഫിറ്റ് നമുക്ക് പൂർണ്ണമായും ഉപയോഗിക്കാം. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ മോർ ദാൻ 1 year കഴിഞ്ഞ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ വിതിൻ 1 year അല്ലെങ്കിൽ വിതിൻ 12 monthsനകം അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാം എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഹൈ എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ഡാഷ്. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഹൈ എമൗണ്ട്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഹൈ എമൗണ്ട്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് ഒത്തിരി പണം മുടക്കിയുള്ള അഡ്വർടൈസ്മെൻറ്റ്, അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒക്കെ ബെനിഫിറ്റ് ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. എന്നാൽ ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ശരിക്കും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന കാറ്റഗറിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഒരു 3, 4, 5 വർഷങ്ങൾ കൊണ്ടേ നമുക്ക് ശരിക്കും റിസീവ് ചെയ്യത്തുള്ളൂ. കാരണം ഹ്യൂജ് എമൗണ്ടിൽ വർഷങ്ങളോളം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഹൈ എമൗണ്ട്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ടു ദ ഡാഷ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അതിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയാണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കി വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ജേണൽ എൻട്രി ഓഫ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് ഈസ് ഡാഷ്. അതായത് ഒരു ഗുഡ്സ് ഫ്രീ സാമ്പിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രിയാണ് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നുള്ളതാണ് ജേണൽ എൻട്രി ഫോർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. അതിൻ്റെ ജേണൽ എൻട്രി പഠിച്ചു വയ്ക്കുക. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അസറ്റ് സബ്ജക്റ്റ് ടു ഡിപ്ലീഷൻ ആർ കോൾഡ് ഡാഷ്. അസറ്റ് സബ്ജക്റ്റ് ടു ഡിപ്ലീഷൻ ആർ കോൾഡ് വേസ്റ്റിംഗ് അസറ്റ്. അസറ്റ് സബ്ജക്റ്റ് ടു ഡിപ്ലീഷൻ ആർ കോൾഡ് വേസ്റ്റിംഗ് അസറ്റ്. അതായത് മൈൻസ്, ക്വാറീസ്, പാറമടകൾ അല്ലെങ്കിൽ ക്വാറി തുടങ്ങിയ അസറ്റിന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ. അസറ്റ് സബ്ജക്റ്റ് ടു ഡിപ്ലീഷൻ എന്നറിയപ്പെടുന്ന അസറ്റ്സാണ് വേസ്റ്റിംഗ് അസറ്റ്. മൈന്, ക്വാറീസ് തുടങ്ങിയവയാണ് ഇവയുടെ എക്സാമ്പിൾ. അത് നമ്മൾ ഉപയോഗം മൂലം അത് കുറഞ്ഞു വരും. ഇപ്പം പാറമട അല്ലെങ്കിൽ മൈന്, അതിലെ റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കും തോറും നമ്മൾ കൺസ്യൂം ചെയ്യും തോറും അതിൻ്റെ റിസോഴ്സ് കുറഞ്ഞു വരും. പക്ഷെ നമുക്കത് വീണ്ടും പുനരുൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്തൊരു അസറ്റാണ്. അത്തരത്തിലുള്ള അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡാഷ്. ബാലൻസ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിച്ചു വയ്ക്കുക. ബാലൻസ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇതിപ്പോൾ മാർച്ച് 31-ലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ മാർച്ച് 31-ലെ പൊസിഷനാണ് കാണിക്കുക. അല്ലാതെ ആ ഒരു വർഷത്തെ പൊസിഷനല്ല, പർട്ടിക്കുലർ ഡേറ്റിലെ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് കാണിക്കുക. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അക്കൗണ്ട്സ് ഡു നോട്ട് ഡിസ്ക്ലോസ് എനി ക്രെഡിറ്റ് പ്രോബ്ലംസ് ഈസ് എ ഡാഷ് അസറ്റ്.
അതായത് ക്രെഡിറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള അസറ്റിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റാണ് ക്രെഡിറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത തരം അസറ്റ്സിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ അസറ്റ് ദാറ്റ് ഫെയിൽ ടു ഈൽഡ് ഇൻകം. അതായത് ഇൻകം തരാൻ ഫെയിൽഡ് ആയിട്ടുള്ള അസറ്റുകൾക്ക് പറയുന്ന പേരാണ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ NPA. അതായത് ഈ ഒരു അസറ്റാണ്, പക്ഷേ അതിൽ നിന്ന് യാതൊരു ഇൻകവും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത്തരത്തിലുള്ള അസറ്റിന് പറയുന്ന പേരാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ഓൾസോ കോൾഡ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസിൻ്റെ മറ്റൊരു പേരാണ് സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. ലയബിലിറ്റീസിൻ്റെ മറ്റൊരു പേരാണ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ. അതായത് പ്രോഫിറ്റ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ എന്നുള്ള ആ ഒരു പ്രോഫിറ്റ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് ഓർ മേ ബി അഡ്ജസ്റ്റഡ് അഗൻസ്റ്റ് ഗുഡ് വിൽ. പ്രോഫിറ്റ് പ്രിയർ ടു ഇൻകോർപ്പറേഷൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഒന്നെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും, ഇല്ലെങ്കിൽ ഗുഡ് വില്ലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റഡ് അഗൻസ്റ്റ് ഗുഡ് വിൽ, ഒന്നെങ്കിൽ ഗുഡ് വില്ലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു രജിസ്റ്റർ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഡാഷ്. അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 7 പേരാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പാസ്സായത്? 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പാസ്സായത്. 1932. അടുത്ത ക്വസ്റ്റ്യൻ. ലയബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് ഈസ് ഡാഷ്. ലയബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് ഈസ് അൺലിമിറ്റഡ് ആണ്. പാർട്ണർഷിപ്പിലെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ലയബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ് ഈസ് അൺലിമിറ്റഡ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ റൂൾ ഡാഷ് ഓഫ് കേസസ് ആക്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഏത് റൂള് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് റൂൾ 29 പ്രകാരമാണ്. റൂൾ 29 പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആസ് പെർ കേസസ് ആക്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. റൂൾ 29. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂ ടു അക്കൗണ്ട് മീൻസ് ഡാഷ്. ഡ്യൂ ടു അക്കൗണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് ഓഫ് ദ സൊസൈറ്റി. അസറ്റ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് അർത്ഥം. ഡ്യൂ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് അർത്ഥം. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ അസറ്റ് ഓഫ് ദ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂ ബൈ അക്കൗണ്ട് മീൻസ് ഡാഷ്. ഡ്യൂ ബൈ അക്കൗണ്ട് മീൻസ് ലയബിലിറ്റി ഓഫ് സൊസൈറ്റി. ഡ്യൂ ബൈ അക്കൗണ്ട് മീൻസ് ലയബിലിറ്റി ഓഫ് സൊസൈറ്റി. അപ്പോൾ ഡ്യൂ ടു അസറ്റ് ആണെന്നും ഡ്യൂ ബൈ ലയബിലിറ്റി ആണെന്നും പഠിച്ചു വയ്ക്കുക. ഇത് ഒത്തിരിയേറെ CCB എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ഡ്യൂ ബൈ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി, ഡ്യൂ ടു അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ലൂസ് ടൂൾസ് ആർ നോർമലി ഡിപ്രിസിയേറ്റഡ് അണ്ടർ ഡാഷ് മെത്തേഡ്. ഏത് മെത്തേഡ് പ്രകാരമാണ് ലൂസ് ടൂൾസ് ഡിപ്രിസിയേറ്റ് ചെയ്യുന്നത്? ലൂസ് ടൂൾസ് നോർമലി ഡിപ്രിസിയേറ്റഡ് അണ്ടർ റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡ് പ്രകാരമാണ് ലൂസ് ടൂൾസ് ഡിപ്രിസിയേറ്റ് ചെയ്യപ്പെടുന്നത്. ലൂസ് ടൂൾസ് നോർമലി ഡിപ്രിസിയേറ്റഡ് അണ്ടർ റീവാലുവേഷൻ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Under dash method of depreciation, the amount of depreciation remains same for the whole life of asset. അതായത് അസറ്റിൻ്റെ മുഴുവൻ ലൈഫ് പീരീഡിലും എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ സെയിം ആയിരിക്കും. എത്രയാണോ ഡിപ്രിസിയേഷൻ തുടക്കത്തിൽ, അത് അവസാനം വരെ ആ സെയിം എമൗണ്ട് ആയിരിക്കും ഡിപ്രിസിയേഷൻ ആ അസറ്റിൻ്റെ ഹോൾ ലൈഫിൽ. അത്തരത്തിലുള്ള മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷനാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, അതിന് മറ്റൊരു പേരാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഇത് മൂന്നും ഒരു ടൈപ്പ് ഓഫ് ഡിപ്രിസിയേഷനാണ്. ഈ ടൈപ്പ് ഡിപ്രിസിയേഷനിലാണ് ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും ഹോൾ ലൈഫ് ഓഫ് അസറ്റ്. അസറ്റിൻ്റെ ഹോൾ ലൈഫിലും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡിപ്രിസിയേഷൻ പറയുന്ന പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഓക്കെ,
പഠിച്ചു വയ്ക്കുക, പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഡാഷ്. ക്രെഡിറ്റ് നോട്ട് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അത് സെയിൽസ് റിട്ടേൺസിന് വേണ്ടിയാണ്. സെയിൽസ് റിട്ടേൺ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺ സമയത്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ടാണ്. ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. പഠിച്ചു വയ്ക്കുക, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഈസ് ഡാഷ്. കറണ്ട് റേഷ്യോ, സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു 2:1 ആണ്. കറണ്ട് അസറ്റ് ഈസ് ഇക്വൽ ടു കറണ്ട് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി. സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു 2:1 എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ ഈസ് ഡാഷ്. അത് 1:1 ആണ്. ഈ ലിക്വിഡ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡാണ് 1:1. ലിക്വിഡ് റേഷ്യോ അറിയപ്പെടുന്ന പേരുകളാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ എന്നുള്ളതും പഠിച്ചു വയ്ക്കുക. ലിക്വിഡ് റേഷ്യോയുടെ മറ്റൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. അപ്പോൾ ഈ ലിക്വിഡ് റേഷ്യോ എന്ന് ചോദിച്ചാലും ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് ചോദിച്ചാലും ക്വിക്ക് റേഷ്യോ എന്ന് ചോദിച്ചാലും അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ടാണ്, പഠിച്ചു വയ്ക്കുക. ഇത് ചിലപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്നും ഒക്കെ പല ടൈപ്പിൽ ഓപ്ഷൻ തരും, കൺഫ്യൂഷൻ ആകരുത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അത് റിസർവ് ആണ്. റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ആണെന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ഒരു പുതിയൊരു പാർട്ടാണിത്. പാർട്ട് ഫസ്റ്റിനകത്ത് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ദയവ് ചെയ്ത് ചാനലിനെക്കുറിച്ച് ഷെയർ ചെയ്ത് വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് നൽകുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.